ഹായ് എവരിബഡി, വെൽക്കം ബാക്ക് ടു മലയാളി വിഷൻ. ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് പാൻ 2.0യെക്കുറിച്ച് ആശങ്കയോടെ ചോദിച്ച ചോദ്യങ്ങളും അതിന് നൽകിയ മറുപടികളുമാണ് ചോദ്യോത്തര രൂപത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അത് നിങ്ങൾക്കും ഉപകരിക്കുമെന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യ ചോദ്യം എന്താണ് പാൻ 2.0 എന്നാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ആദായ നികുതി വകുപ്പ് അവതരിപ്പിക്കുന്ന ഇ ഗവർണൻസ് പ്രോജക്റ്റാണ് പാൻ 2.0. നിലവിലുള്ള പാൻ 1.0യുടെ സെക്കൻഡ് അപ്ഡേറ്റഡ് വെർഷനാണ് പാൻ 2.0. ഇതിൻ്റെ ഡെസിമൽ പാർട്ടിനെയാണ് 2.0 സൂചിപ്പിക്കുന്നത്. സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെയും പോളിസികളുടെയൊക്കെ നെക്സ്റ്റ് വെർഷൻ പറയുമ്പോൾ ഇങ്ങനെ സൂചിപ്പിക്കാറുണ്ട്. അടുത്ത ചോദ്യം നിലവിലെ പാനും പാൻ 2.0യും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതാണ്. നിലവിലെ പാൻ പ്രധാന 3 പോർട്ടലുകൾ വഴിയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇ ഫയലിംഗ് പോർട്ടൽ, UTIITSL പോർട്ടൽ, NSDL 14 തുടങ്ങിയവയാണ് ആ പോർട്ടലുകൾ. പുതിയ പാൻ അപ്ലൈ ചെയ്യുന്നത്, IT റിട്ടേൺ ഫയൽ ചെയ്യുന്നത്, ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്, പാൻ ആധാറുമായി ലിങ്ക് ചെയ്യുന്നത്, ഇതൊക്കെ ഈ പോർട്ടലുകൾ വഴിയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാൻ 2.0 നടപ്പിലാകുന്നതോടെ ഇവയൊക്കെ ഒറ്റ യൂണിഫൈഡ് പോർട്ടലിലേക്ക് മാറും. പാൻ അപ്ലൈ ചെയ്യാനും കറക്ഷനും ആധാർ ലിങ്ക് ചെയ്യാനുമൊക്കെ ഈ ഒറ്റ പ്ലാറ്റ്ഫോം മതിയാവും. പൂർണ്ണമായും പേപ്പർലെസ് ആയിട്ടാണ് ഈ യൂണിഫൈഡ് പോർട്ടൽ പ്രവർത്തിക്കുന്നത്. പാൻ 2.0 പാനിൻ്റെ ഡിജിറ്റൽ പതിപ്പായതിനാൽ PDF ഫോർമാറ്റിൽ ഇമെയിലിൽ ലഭിക്കും. എൻ്റെ നിലവിലുള്ള പാൻ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. നിങ്ങളുടെ കയ്യിലുള്ള പാൻ ആദ്യകാലത്തെ വൈറ്റ് കാർഡാണെങ്കിലും പിന്നീട് ഇഷ്യൂ ചെയ്ത QR കോഡ് ഇല്ലാത്തതും ഉള്ളതുമായ പാൻ കാർഡ്സ് ആണെങ്കിലും പാൻ 2.0യിലേക്ക് അപ്ഗ്രേഡ് ചെയ്താൽ ഈ പാൻ ലഭ്യമാകുകയും അതുവഴി കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമായ സേവനങ്ങൾ ലഭ്യമാകുകയും ചെയ്യും. എന്നാൽ ഇത് മാൻഡേറ്ററിയായി ആദായനികുതി വകുപ്പ് ഇപ്പോൾ പറയുന്നില്ല. പാൻ അധിഷ്ഠിത സേവനങ്ങളെ കൂടുതൽ സുതാര്യവും ഫലപ്രദവുമാക്കാനാണ് പാൻ 2.0 പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാൻ സേവനങ്ങൾ ഒരൊറ്റ പോർട്ടലിൽ ലഭ്യമാകും. ന്യൂ ആപ്ലിക്കേഷൻസ്, അപ്ഡേറ്റ്സ്, കറക്ഷൻസ്, ആധാർ ലിങ്കിങ് ഇവയൊക്കെ ഒരൊറ്റ യൂണിഫൈഡ് പോർട്ടലിൽ ലഭ്യമാകുന്ന തരത്തിലാണ് പാൻ 2.0 പ്രോജക്റ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പാൻ 2.0യ്ക്ക് ഡൈനാമിക് QR കോഡിന് പുറമെ ഡിജിറ്റൽ സിഗ്നേച്ചർ, ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് തുടങ്ങിയ ഫീച്ചേഴ്സുമുണ്ട്. അതുകൊണ്ട് വരുംകാലങ്ങളിൽ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഗവൺമെൻറ് സംവിധാനങ്ങളും പാൻ 2.0 മാൻഡേറ്ററി ആക്കാൻ സാധ്യതയുണ്ട്. പാൻ 2.0 കാർഡുകൾ സ്മാർട്ട് കാർഡ് ഫോർമാറ്റിലായതിനാൽ കൈകാര്യം ചെയ്യാൻ എളുപ്പവും ദീർഘകാലം ഉപയോഗിക്കാൻ പര്യാപ്തവുമായിരിക്കും. എന്നാൽ ആക്റ്റീവായ നിലവിലുള്ള പാൻ കാർഡുകൾ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ നിലവിലുള്ള പാൻ കാർഡ്സ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെന്നും അപ്ഗ്രേഡ് ചെയ്യണമെന്നും അറിയാനായി വീഡിയോ അവസാനം വരെ തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നിർബന്ധമായി പാൻ എടുക്കേണ്ടതുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. എല്ലാവർക്കും പാൻ നിർബന്ധമല്ലെങ്കിലും സാധാരണക്കാർക്ക് ഉൾപ്പെടെ മിക്ക കാര്യങ്ങൾക്കും ഇന്ന് പാൻ ആവശ്യമായ ഒരു ഡോക്യുമെൻ്റ് ആയിട്ടുണ്ട്. പാൻ 2.0 നടപ്പിലാകുന്നതോടെ പാൻ ആധാർ പോലെ തന്നെ ഒരു തിരിച്ചറിയൽ രേഖയായി മാറാനുള്ള സാധ്യതയുണ്ട്. ടാക്സിന് വിധേയമല്ലാത്ത വരുമാനമുള്ളവർ, സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെടാത്ത മുതിർന്ന പൗരന്മാർ, 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഇവരിൽ സാമ്പത്തിക നിക്ഷേപങ്ങളും ബാങ്ക് അക്കൗണ്ടും ഉള്ളവർ ആണെങ്കിൽ പാൻ നിർബന്ധമാണ്. ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഓബ്ലിഗേഷൻസ് ഇല്ലാത്ത വിദേശ പൗരന്മാർ, ഇവർക്കൊക്കെ പാൻ എടുക്കണമെന്ന് നിർബന്ധമില്ല. വിദേശത്തുള്ള ഒരാൾക്ക് എങ്ങനെ പാൻ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അടുത്ത ചോദ്യം. ആദ്യമായി നിങ്ങളുടെ പാനിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണം. നിങ്ങളുടെ പാൻ വാലിഡാണോ എന്നും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്നും പരിശോധിക്കണം. അതിനായി ആദായനികുതി വകുപ്പിൻ്റെ ഒഫീഷ്യൽ പോർട്ടലിൽ കയറി നിങ്ങളുടെ പാനിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് വെരിഫൈ ചെയ്യണം. അത് ആക്റ്റീവ് ആണെങ്കിൽ അപ്ഗ്രഡേഷന് വേണ്ടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പാൻ സർവീസ് പോർട്ടൽസായ UTIITSL NSDL തിരഞ്ഞെടുക്കാം. പാൻ സർവീസ് പോർട്ടലിൽ കയറി അപ്ഗ്രേഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പാസ്പോർട്ട് ഡീറ്റെയിൽസ്, റെസിഡൻസ് വിസ ഡീറ്റെയിൽസ്, റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നീ റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. ആപ്ലിക്കബിൾ ഫീയും പേ ചെയ്യണം. റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു അക്നോളജ്മെൻറ്റ് നമ്പർ കിട്ടും. ഈ നമ്പർ ഉപയോഗിച്ച് പാൻ അപ്ഗ്രേഡേഷൻ്റെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാം. അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഗ്രേഡഡ് വെർഷൻ നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിലിൽ സെൻഡ് ചെയ്യും. ഫിസിക്കൽ കോപ്പിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് പോസ്റ്റൽ മുഖേന അയക്കുകയും ചെയ്യും. ഇനി പാൻ ഓൺലൈനിൽ അപ്ഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. പാൻ 2.0 പൂർണ്ണമായും നടപ്പാക്കുന്നതിന് മുമ്പ് നിലവിലെ പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് പാനിൽ അപ്ഡേറ്റ് നടത്താം. പാൻ 2.0 നിങ്ങളുടെ ഇമെയിലിൽ പാനായി കിട്ടുന്ന വിധത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം.
അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പാൻ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് NSDL ആണോ UTIATSL ആണോ എന്ന് നോക്കാം. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ നിലവിലുള്ള പാൻ കാർഡിൻ്റെ ബാക്ക് സൈഡിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവ രണ്ടും പാൻ റിലേറ്റഡ് സർവീസസിൻ്റെ ഓതറൈസ്ഡ് ഏജൻസീസ് ആയതിനാൽ ഇവ രണ്ട് വഴിയും അപ്ലൈ ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുക. NSDL അഥവാ പ്രോട്ടീനാണ് കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ് ഉള്ളത്. NSDL വഴി പാൻ ലഭിക്കുന്നതിന് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. NSDLൻ്റെ അഥവാ പ്രോട്ടീൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്ഗ്രേഡ് ചെയ്യണമോ അപ്ഡേറ്റ് ചെയ്യണമോ എന്ന് തീരുമാനിക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. നിലവിലെ പാൻ നമ്പർ, ആധാർ ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയവ എൻ്റർ ചെയ്യുക. റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, പ്രൂഫ് ഓഫ് അഡ്രസ്, പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത്. മാറ്റങ്ങളൊന്നും വരുത്തിയില്ലെങ്കിൽ പഴയ പാൻ കാർഡ് അപ്ഗ്രേഡ് ചെയ്യാൻ എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. നൽകിയ ഡീറ്റെയിൽസ് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യാൻ ആദ്യ 3 റിക്വസ്റ്റുകൾ 30 ദിവസം വരെ ഫ്രീ ആയിരിക്കും. പിന്നീടുള്ള റിക്വസ്റ്റുകൾക്ക് ₹8.26 വെച്ച് ചാർജ് ചെയ്യും. ഫിസിക്കൽ കാർഡ് വേണമെങ്കിൽ ₹50 അടയ്ക്കണം. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ₹15 പോസ്റ്റൽ ചാർജസും അടയ്ക്കണം. നിലവിലുള്ള പാൻ കാർഡ് ഹോൾഡേഴ്സിന് പേരും അഡ്രസ്സും തിരുത്തുന്നതിനും മറ്റ് അപ്ഡേഷൻ ചെയ്യുന്നതിനും ചാർജസ് ഇല്ല. ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത ശേഷം നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈലിൽ വരുന്ന OTP എൻ്റർ ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് അരമണിക്കൂറിനകം രജിസ്റ്റേർഡ് ഇമെയിൽ IDയിൽ നിങ്ങളുടെ പാൻ ലഭ്യമാകും. ഏതെങ്കിലും കാരണവശാൽ പാൻ ലഭ്യമായില്ലെങ്കിൽ tininfo@proteintech.in എന്ന ഇമെയിൽ IDയിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് സഹിതം കംപ്ലയിൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ 02027218080, 02027218081 എന്നീ കസ്റ്റമർ കെയർ നമ്പേഴ്സിലേക്കും വിളിച്ചറിയിക്കാം. ഇനി അവസാന ചോദ്യത്തിനു കൂടി ഉത്തരം പറയാം. എന്താണ് പാൻ കാർഡിൻ്റെ 10 അക്ക ആൽഫ ന്യൂമറിക് ഡിജിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പാൻ എന്നാൽ പെർമനൻ്റ് അക്കൗണ്ട് നമ്പറാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇടകലർന്ന ആൽഫ ന്യൂമറിക് ഡിജിറ്റ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പലർക്കും അറിയില്ല. നമ്മുടെയൊക്കെ പാൻ കാർഡിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ആദ്യ 3 ലെറ്റേഴ്സ് ആൽഫബറ്റിക് ആയിരിക്കും. 4th ലെറ്റർ നികുതി അടയ്ക്കുന്ന ആളിൻ്റെ കാറ്റഗറിയെ സൂചിപ്പിക്കുന്നു. 5th ലെറ്റർ നികുതി അടയ്ക്കുന്ന ആളിൻ്റെ സർനെയിം സൂചിപ്പിക്കുന്നു. ആൽഫബറ്റ്സും അത് എന്താണ് സൂചിപ്പിക്കുന്നതെന്നും പറയാം. A ഫോർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. C ഫോർ കമ്പനി. F ഫോർ ഫേംസ്. G ഫോർ ഗവൺമെൻറ്. H ഫോർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. L ഫോർ ലോക്കൽ അതോറിറ്റി. P ഫോർ ഇൻഡിവിജ്വൽ. T ഫോർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഫോർ എ ട്രസ്റ്റ്. 6 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഒരു റാൻഡം ന്യൂമറിക് സീക്വൻസ് ആണ്. ലാസ്റ്റ് നമ്പർ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കാനായി ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി വരുന്ന ഇത്തരം മാറ്റങ്ങൾ നമുക്ക് സ്വാഗതം ചെയ്യാം. അത് നമ്മുടെ തന്നെ സൗകര്യത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണെന്ന് കാലം തെളിയിക്കും. പ്രത്യേകിച്ച് ഓൺലൈൻ തട്ടിപ്പുകളും ഫേക്ക് ഐഡികളും കൂടി വരുന്ന ഈ കാലത്ത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും ഇത്തരം വീഡിയോകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Until next time, take care.